മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്ന വാർത്ത ഒരു മുന്നറിയിപ്പും കൂടാതെ വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മോഹിനിയമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ കാര്യമായിട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാ ക്ഷീണവും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത് തീർക്കാൻ തീരുമാനിക്കുന്നുണ്ട് മോഹിനിയമ്മ. അല്ലാതെ നേരെ തിരിച്ച് മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത എല്ലാവരെയും അറിയിച്ച് അവൾക്കുള്ള പലഹാരം കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. സ്വന്തം വീട്ടിലും അറിയിക്കാൻ പറ്റില്ല, കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടിലും അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ചേ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മാത്രമല്ല വെഡ്ഡിങ് ആനിവേഴ്സറി, കരുണയുടെയും ഉണ്ണിയുടെയും കൂടി വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എന്നാൽ കരുണയ്ക്ക് അങ്ങനൊരു വിചാരമേ ഇല്ല. ഭർത്താവുള്ളവർ മാത്രമല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ ആഘോഷിക്കേണ്ട കാര്യമുള്ളൂ, എനിക്കതില്ല, അതുകൊണ്ട് എനിക്ക് ആഘോഷിക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അതിന് സപ്പോർട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ വിവാഹം കൊണ്ട് നിനക്കും നിൻ്റെ മോൾക്കും വലിയ നേട്ടം ഉണ്ടായത്, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അതോടെ തീർന്ന്, അല്ലെങ്കിൽ നിൻ്റെ മോള് തീർത്തെന്ന് പറയുന്നതാ ശരി. നിൻ്റെ മോള് കമലേശ്വരം തറവാട്ടിലേക്ക് കയറി രാജകുമാരിയായി ഭരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മരുമോനെയും മോളെയും ആ വീട്ടിലെ ഒന്നുമല്ലാത്തവരാക്കി തീർത്തില്ലേ. എന്തായാലും നീ ഇത്രയധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാ മോഹിനി? അതിന് നിൻ്റെ മോള് ഒരു കുഞ്ഞിന് അമ്മയാകാനൊന്നും പോകുന്നില്ലല്ലോ. ഒരമ്മയാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാക്കേണ്ട പലഹാരമാണ് നീ ഉണ്ടാക്കി മറിക്കുന്നത്. നിനക്കൊരിക്കലും ഒരു പേരക്കുഞ്ഞിനെ തരാൻ നിൻ്റെ മകൾ മഹാലക്ഷ്മി കണ്ണൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നിടത്തോളം കാലം പറ്റില്ല. പിന്നെ എന്തിനാ മോഹിനി നീ ഇത്രയധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പം കരുണയും മുത്തശ്ശിയും പരസ്പരം നോക്കി ചിരിക്കുന്ന സമയത്ത് മോഹിനിക്കാണെങ്കിൽ ഇപ്പോൾ അതൊന്നും കേൾക്കുമ്പോൾ വലിയ വിഷമമൊന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ക്ഷേത്രത്തിൽ പോയി ദേവി മുത്തശ്ശിയൊക്കെ കണ്ട് മുത്തശ്ശി പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് തിരികെ വരുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണൻ്റെ നെറ്റിയിലേക്ക് പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ വരവും പ്രസാദം തൊട്ട് കൊടുക്കുന്നതുമൊക്കെ കണ്ട് സഹികെട്ട ദുർഗയാണെങ്കിൽ മഹിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയും മോളും രാവും പകലും മുഴുവനും ക്ഷേത്രത്തിലാണ്, ആർക്കെതിരെ പ്രാർത്ഥിക്കാനാണ് പോകുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും അമ്മ ഒരു കാര്യം മറക്കണ്ട, ഞാനും എൻ്റെ അമ്മയും ക്ഷേത്രത്തിൽ പോകുന്നെങ്കിലും മറ്റാർക്കും ദോഷം വരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ പോകുന്നത്. അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് നിൻ്റെ മാത്രമല്ല വെഡ്ഡിങ് ആനിവേഴ്സറി, ഉണ്ണിയുടെയും കരുണമോളുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് തന്നെയായിരുന്നു. പക്ഷേ 3 ട്രിപ്പ് പോവുകയും എൻ്റെ കുഞ്ഞിനെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിച്ചതിൻ്റെ സങ്കടം കൊണ്ടാ കരുണമോള് വീട് വിട്ടിറങ്ങിപ്പോയത്. അതിനെല്ലാം കാരണക്കാരി നീയാണെന്നുള്ള കാര്യം മറക്കരുത്. സ്വന്തം അനീതിയുടെ ജീവിതം തകർത്തിട്ട് വേണ്ട ചേട്ടത്തി ഇങ്ങനെ ആഘോഷം കാണിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അമ്മയോട് തർക്കിക്കാൻ ഞാനില്ല. കരുണ ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ എൻ്റെ വായാലെ കേട്ടെങ്കിലേ സമാധാനമാവുമെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അപ്പം കണ്ണൻ പറയുന്നു, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മഹി. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് ചെറിയ സദ്യയൊക്കെ ഒരുക്കുന്നു, അതിൻ്റെ തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരി. അങ്ങനെ പോകുന്ന വഴിക്ക് കാല് തട്ടി നിലത്ത് വീഴുന്നത് കണ്ട് കണ്ണനാണെങ്കിൽ ടെൻഷൻ അടിച്ച് വീൽ ചെയറിൽ നിന്ന് ചാടി എണീക്കുന്നുണ്ട്. കാരണം മഹാലക്ഷ്മി ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, വീഴ്ചയിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള പേടിയിലാണ് കണ്ണൻ ചാടി എണീക്കുന്നത്. ഭാഗ്യത്തിന് ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയെ നോക്കി നിൽക്കുന്ന സമയത്താണ് കണ്ണൻ എണീക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന മഹാലക്ഷ്മി കാണുന്നത് വീൽ ചെയറിൽ നിന്ന് ചാടി എണീറ്റിരിക്കുന്ന കണ്ണനെയാണ്. പെട്ടെന്ന് മഹാലക്ഷ്മി ആണെങ്കിൽ കൈ കാണിക്കുന്നുണ്ട് കണ്ണേട്ട താഴെ ഇരിക്കാൻ. മഹാലക്ഷ്മി അങ്ങനെ ആംഗ്യം കാണിക്കുന്നത് കണ്ട് സംശയം തോന്നിയ ദുർഗയാണെങ്കിൽ പിന്നോട്ട് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ണനാണെങ്കിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ ഇരുത്തയിലും ഒച്ചയിലും ഒക്കെ ദുർഗയ്ക്ക് ചില സംശയം തോന്നുന്നു. നേരിട്ട് കണ്ടതുമില്ല, എന്നാൽ കണ്ണൻ എണീറ്റിട്ടിരിക്കുവാണോ എന്നുള്ളൊരു സംശയം ദുർഗയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അതിനുശേഷം കണ്ണനാണെങ്കിൽ ദുർഗയോട് അല്പം ദേഷ്യത്തോടെ ചോദിക്കുന്നു, ഒരാൾ വീണ് കിടക്കുമ്പോൾ പിടിച്ചെണീപ്പിക്കണമെന്നുള്ളൊരു മര്യാദ പോലും അമ്മയ്ക്കറിയില്ലേ? മഹി ഒന്ന് പിടിച്ചെണീപ്പീര്. ഞാനെന്തിനാ പിടിച്ചെണീപ്പിക്കുന്നത്? ഞാൻ പിടിക്കുന്നത് ചിലപ്പോൾ നിനക്കോ നിൻ്റെ ഭാര്യയ്ക്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇപ്പം തന്നെ നിനക്ക് വേണ്ടി കുടിക്കാൻ കൊണ്ടുവന്ന ജ്യൂസ് നീ കുടിച്ചോ? എന്നെ വിശ്വാസമില്ലല്ലോ, ഞാനിതിലെന്തോ വിഷം കലർത്തിയിട്ടുണ്ടെന്നുള്ള സംശയമല്ലേ? അതുപോലെ നിൻ്റെ ഭാര്യയെ പിടിച്ചെണീപ്പിക്കാൻ പോയിട്ട് ഞാൻ കാരണം അവൾ വീണേന്ന് പറഞ്ഞു എന്നോട് ചൂടാകില്ലെന്ന് ആര് കണ്ടു? അപ്പം മഹാലക്ഷ്മി പറയുന്നു, എൻ്റെ പേര് 2 പേരും കൂടി വഴക്ക് കൂടണ്ട, ഞാൻ തന്നെ എണീറ്റോളാം, എന്നെ ആരും പിടിക്കണ്ട എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ആണെങ്കിൽ പതിയെ എണീക്കുന്നു. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നു, തനിക്ക് എന്തെങ്കിലും പറ്റുമോ? ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഒന്ന് തള്ളി വീണേന് ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം എന്താണെന്ന് ദുർഗ കളിയാക്കി ചോദിക്കുന്നുണ്ട്. എന്നാൽ ദുർഗയ്ക്ക് അറിയില്ലല്ലോ മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു, അതുകൊണ്ടാണ് കണ്ണൻ ഇത്രയധികം പേടിക്കുന്നതെന്നുള്ള കാര്യം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, സാരമില്ല കണ്ണേട്ട, എനിക്കൊരു പ്രശ്നവുമില്ല, സൂക്ഷിച്ചും കണ്ട് നടക്കണമെന്ന് കണ്ണനാണെങ്കിൽ താക്കീത് കൊടുക്കുന്നത് കണ്ടിട്ട് ദുർഗ ചോദിക്കുന്നു,
നിന്റെ പേടിയും വെപ്രാളം കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മി ഗർഭിണിയാണെന്ന് തോന്നുമല്ലോ. നീ പേടിക്കണ്ട, അവൾ വീണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അവൾ പ്രഗ്നൻ്റും കാണാണെങ്കിലേ ഉള്ളൂ പ്രശ്നം എന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പം ദുർഗയാണെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഡൗട്ട് അടിച്ചിങ്ങനെ നടക്കുവാണ്. അപ്പം എന്താകുമെന്ന് കാത്തിരിക്കാം.